എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു നടി കൂടിയാണ്. അതിപ്പം പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരു പ്രസ് മീറ്റിലാണെങ്കിലും ഒരു മടിയില്ലാത്ത ഒരു നടി കൂടിയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് മോശം എന്ന് തോന്നി അല്ലെങ്കിൽ അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഞാനത് ഒത്തിരി ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു വന്ന ഒരാൾ, പക്ഷേ അത് ത്രൂ ഫോണാണ്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം കഥ ഒന്നും പറയുകയല്ല ചെയ്യുന്നത്. സുന്ദരിയാണ് സുന്ദരിയാണ്, അങ്ങനെ ആവില്ലേ അങ്ങനെ. അപ്പോൾ ഞാനത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് അപ്പം തന്നെ ഡീൽ ചെയ്തു. അതിൻ്റെ പൊന്നു സുഹൃത്ത്, എങ്ങനെയൊന്നും അല്ല ഇതിനെയൊന്നും നോക്കി കാണേണ്ടത്, ഇതെല്ലാം വളരെ മോശമാണ്. നമ്മൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആണും പെണ്ണും ജോലി ചെയ്യുന്ന ഒരു സ്പേസിൽ നിങ്ങൾ കുറച്ച് പേര് അങ്ങനെ ആവല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ഒന്നിനും പണി ഉണ്ടാവില്ലല്ലോ, ഇതെന്നെ ഒരു പണിയാക്കണ്ടേ. അപ്പോൾ ദിസ് ഈസ് നോട്ട് ദ വേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ പുറകെ നിങ്ങളെ കുരിശിലേറ്റാൻ നടക്കാനൊന്നും താല്പര്യമില്ല, പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റിൽ ഇനി ഞാൻ വേണമെന്ന് ആലോചിച്ചിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിപ്പിച്ചു കോള്. അതിനുശേഷം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുന്ന, പക്ഷേ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈവൻ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയ ഏരിയയിൽ മാത്രം ഉണ്ടായ കാര്യം, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നല്ല മാറ്റങ്ങൾ, അതായത് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ചിന്തിക്കുന്ന പ്രൊഡ്യൂസർമാർ, ഡയറക്ടേഴ്സ്, കൺട്രോളർമാർ, അങ്ങനെയുള്ള മനുഷ്യരും കൂടെ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് കുറച്ചും കൂടിയും മെച്ചപ്പെടണം. അത് പക്ഷേ വീടിനകത്ത് തന്നെ ഡിസ്ക്രിമിനേഷനുള്ള, അതിനെ അങ്ങനെ മനസ്സിലായി. കാരണം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീകൾ കഴിക്കേണ്ടവരാണെന്ന് ചിന്തിക്കുന്ന ആളുകളും കൂടിയാണ് അവിടെ വിളമ്പുന്നത്. പക്ഷെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു പ്രൊഫഷണലിസം നമുക്ക് ഒന്നിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിലെ രീതികൾ തന്നെയാണ് ഇവർ പാലിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു പുരുഷനാകുമ്പോൾ നിനക്കൊക്കെ ഞാൻ വിളമ്പി തരുന്നുണ്ടല്ലോ, അതായത് എന്നോട് വ്യക്തിപരമായി അങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല പറഞ്ഞു. പക്ഷെ ഞാൻ പലപ്പോഴും അത് സെറ്റിനകത്ത്, അതായത് നമ്മളെക്കാളും അധികാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റിനകത്ത് ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആണിനോടും പെണ്ണിനോടും അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ. പക്ഷേ ഇതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അവരെ, കാരണം അവരും അത്രയും പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്നിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പോൾ ആ കൾച്ചർ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രൊഫഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പറഞ്ഞോളൂ. അപ്പം ഞാൻ എൻ്റെ പണി വിളമ്പി കൊടുക്കുക എന്നുള്ളത് ആണെങ്കിൽ അത് ആണും പെണ്ണും വന്നാലും ഒരുപോലെ വിളമ്പി കൊടുത്താൽ മതി എന്നൊരു സാധനം ഇല്ലാത്തത് വീടിനകത്തുനിന്ന് ആ പ്രാക്ടീസ് നമുക്ക് അറിയില്ല. പെണ്ണുങ്ങളെല്ലാം എല്ലാവരും കഴിക്കേണ്ടവരാണ്, ബാക്കിയുണ്ടെങ്കിൽ കഴിക്കേണ്ടവരാണ്, സ്പെഷ്യലൊന്നും അവർക്ക് കൊടുക്കേണ്ടതല്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള രീതിയൊക്കെ അത് ചില സെറ്റിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല അതിനകത്ത് സംഭവിക്കേണ്ട കാര്യം. നമ്മളൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഏത് പണി ചെയ്യുമ്പോഴും എല്ലാ പണി ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ഈ ഡിഗ്നിറ്റിനെ ബാധിക്കാതെ മനുഷ്യൻ പരസ്പരം കരുതലോടെ പെരുമാറുക എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. അതില്ലായ്മയൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ താരങ്ങൾക്ക് ഭയങ്കര മൂല്യമുള്ള ഒരിടമാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഡിസ്പ്ലീസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ അവർ വെക്കുന്ന സമയങ്ങളിൽ ബാക്കിയെല്ലാം സംഭവിക്കണം. അതുകൊണ്ട് തന്നെ വേറെ ആളുകളുടെ ജോലിയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ ഹെൽത്തിനെ ബാധിക്കുന്നതോ ഒന്നും അവിടെ കൺസേൺ അല്ല. അതിപ്പോൾ എത്രയോ പ്രായമുള്ള സ്ത്രീകൾക്കും മനുഷ്യർക്കും ആ അനുഭവം ഉണ്ടാകുന്നത് എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ലൈംഗിക ചൂഷണം എന്നതിലേക്കല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ആർട്ട് ഫോം രൂപപ്പെടുന്നിടത്ത് നമുക്കിങ്ങനെ ക്ലറിക്കൽ പോസ്റ്റിലിരുന്ന് വർക്ക് ചെയ്ത് 5 മണിക്ക് പോകുന്ന ജോലിയല്ല. അപ്പോൾ അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എല്ലാവരുടെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനകത്തൊരു ഫ്യൂഡൽ സെറ്റപ്പാണ്. താരമായിട്ട് നിൽക്കുന്നത് അതാണായാലും പെണ്ണാണെങ്കിലും ഇപ്പോൾ ആ സെറ്റിനകത്ത് ലീഡ് ചെയ്യുന്നത്, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് മീഡിയ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഹൈപ്പ് കൊടുത്തിട്ടാണോ, ഇത്രയും കോടികൾ വാങ്ങുന്ന മനുഷ്യരാണ് അവർ. അപ്പോൾ അവരിങ്ങനെ ഹൈപ്പ് കൊടുത്ത് ഇതിനകത്ത് തമസ്കരിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു അവരെയും കൂടി റിയലൈസ് ചെയ്യിപ്പിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും ഒരു കാലത്ത് ഇതിലൂടെ കടന്നു വന്നവരായിരിക്കും. ഇപ്പോൾ താരപ്രഭയിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ വന്നവരായിരിക്കും. പിന്നെ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ട് നേരെ വന്ന അങ്ങനെയുള്ള ഒരു കൾച്ചർ വീണ്ടും അതിങ്ങനെ തുടർന്നുകൊണ്ടേ. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിയില്ല വെച്ചാൽ സീമ ചേച്ചിയായിട്ട് ഒരു സിനിമയിൽ വെച്ചാൽ അവരൊക്കെ ഈ കാരവാൻ കൾച്ചർ ഭയങ്കര ദേഷ്യമാണ്. അവർ പറഞ്ഞത് എന്തൊരു കഷ്ടമാണ്, മനുഷ്യർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, മിണ്ടുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ പെണ്ണുങ്ങളെ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത്. അപ്പം ഞങ്ങൾ ഇപ്പുറത്തെ ക്യാബിനിലാണ്, പുള്ളിക്കാരി ഒറ്റയ്ക്കാണ്, ഞങ്ങൾ 2-3 പേരുണ്ട് അവർക്ക്. അപ്പോൾ അവർ അന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ
അതിനകത്ത് ഒരു കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവർ പറയുമ്പോൾ പറയും ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ വി ആർ ഫാമിലി എന്ന് പറയും. വി ആർ ഫാമിലി ആണെങ്കിൽ എന്താണ് സത്യത്തിൽ നമ്മുടെ ഫാമിലി അപ്പോൾ ഫേക്കാണെന്നും കൂടെയാണ്. അപ്പോൾ ആ കരുതലില്ല. അതില്ലാത്തടത്ത് എല്ലാവരും സഫർ ചെയ്യും. അപ്പോൾ ഇത് ആര് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഇല്ല ഇല്ല എന്ന് ആർത്ത് വിളിക്കുന്നതിന് പകരം പ്രശ്നമുണ്ടോ എന്തുണ്ടായി എന്ന് പറയാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പരിഹരിക്കും.